The day of the trial arrived. Antonio did not ask for mercy because he knew well that Shylock was unlikely to grant him any mercy. In a way, he was willing to accept punishment. At the court, the Duke himself pleaded with Shylock to be merciful. He bluntly refused. Bassanio offered the Jew twice the sum owed by Antonio, but he replied that he wanted justice, and so he would ask for his pound of flesh even if he was offered 6,000 times the amount. When the Duke asked Shylock how he could hope for mercy from God if he himself showed no mercy to his fellow beings, Shylock replied that he wanted no mercy if God grants him justice. So saying, he began to sharpen the long knife. Portia, who had decided to come to Venice and to speak in Antonio's defense, reached there on the day of the trial with her friend Nerissa. They disguised themselves. Portia appeared in a lawyer's gown, and Nerissa followed her as her clerk. The case was just going to be heard before the Duke. Portia entered the High Court of Justice and presented a letter from Bellario, who was a lawyer and relative of Portia. In that letter, the learned counselor had written that the bearer of the letter, Balthasar, so he called Portia, could be permitted to plead for Antonio as he was sick and unable to come by himself. The Duke granted this, wondering at the youthful appearance of the stranger, who was well disguised in her counselor's robes and large wig. The day of the trial arrived. വിചാരണയുടെ ദിവസം എത്തി. Antonio did not ask for mercy. Antonio കാരുണ്യത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചില്ല. കാരണം he knew well. അയാൾ നന്നായി മനസ്സിലാക്കി that Shylock was unlikely to grant him any mercy. ഷൈലോക്ക് അയാളോട് കരുണ കാണിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന്. In a way, ഒരു തരത്തിൽ he was willing to accept punishment. ശിക്ഷ സ്വീകരിക്കാൻ അയാൾ തയ്യാറായിരുന്നു. At the court, കോടതിയിൽ, the Duke himself pleaded. പ്രഭു സ്വയം അഭ്യർത്ഥിച്ചു വിത്ത് ഷൈലോക്കിനോട് ടു ബി മേഴ്സിഫുൾ, കരുണയുള്ളവനാവാൻ. ഹി ബ്ലണ്ട്ലി റിഫ്യൂസ്ഡ്, മയമില്ലാതെ അയാളത് നിരസിച്ചു. ബസാനിയോ ഓഫേർഡ് ദ Jew, ബസാനിയോ ആ ജൂതന് ഓഫർ ചെയ്തു ട്വൈസ് ദ സം ഓഡ് ബൈ ആൻ്റോണിയോ, ആൻ്റോണിയോ കടപ്പെട്ട സംഖ്യയുടെ ഇരട്ടി തുക. പക്ഷേ ഹി റിപ്ലൈഡ്, അയാൾ മറുപടി പറഞ്ഞു ദാറ്റ് ഹി വാണ്ടഡ് ജസ്റ്റിസ്, അയാൾക്ക് വേണ്ടത് നീതിയാണ്. ആൻഡ് സോ ഹി വുഡ് ആസ്ക് ഫോർ ഹിസ് പൗണ്ട് ഓഫ് ഫ്ലഷ്, അതുകൊണ്ട് അദ്ദേഹം ഒരു പൗണ്ട് മാംസം ചോദിക്കുന്നു. ഈവൺ ഇഫ് ഹി വാസ് ഓഫേർഡ്, അയാൾക്ക് ഓഫർ ചെയ്യപ്പെട്ടാൽ പോലും 6,000 ടൈംസ് ദ എമൗണ്ട്, ആ തുകയുടെ 6,000 മടങ്ങ് പൈസ, അതായത് അത്ര പൈസ ഓഫർ ചെയ്യപ്പെട്ടാൽ പോലും അയാളത് സ്വീകരിക്കില്ല. അയാൾക്ക് വേണ്ടത് ഒരു പൗണ്ട് മാംസമാണ്. വെൻ ദ ഡ്യൂക്ക് ആസ്ക്ഡ് ഷൈലോക്ക്, പ്രഭു ഷൈലോക്കിനോട് ചോദിച്ചപ്പോൾ ഹൗ ഹീ കുഡ് ഹോപ്പ് ഫോർ മേഴ്സി ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്നും അയാൾക്ക് എങ്ങനെ കാരുണ്യം പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന്. ഇഫ് ഹീ ഹിംസെൽഫ് ഷോഡ് നോ മേഴ്സി ടു ഹിസ് ഫെലോ ബീയിങ്സ്, അയാളുടെ സഹജീവികളോട് അയാൾ കരുണ കാണിക്കാത്ത പക്ഷം. ഷൈലോക്ക് റിപ്ലൈഡ്, ഷൈലോക്ക് മറുപടി പറഞ്ഞു ദാറ്റ്, അതായത് ഹി വാണ്ടഡ് നോ മേഴ്സി, അയാൾക്ക് കാരുണ്യം ആവശ്യമില്ല. ഇഫ് ഗോഡ് ഗ്രാൻസ് ഹിം ജസ്റ്റിസ്, ദൈവം അവനിക്ക് നീതി നൽകുകയാണെങ്കിൽ. സോ സെയിങ്, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹി ബിഗാൻ, അയാൾ തുടങ്ങി ടു ഷാർപ്പൺ ദ ലോങ് നൈഫ്, നീണ്ട കത്തി മൂർച്ച കൂട്ടാൻ. പോർഷ്യ, ഹു ഹാഡ് ഡിസൈഡഡ് ടു കം ടു വെനീസ്, വെനീസിലേക്ക് വരാൻ തീരുമാനിച്ചിരുന്ന പോർഷ്യ, ആൻഡ് ടു സ്പീക്ക് ഇൻ ആൻ്റോണിയോസ് ഡിഫെൻസ്, ആൻ്റോണിയോയെ പ്രതിരോധിച്ചുകൊണ്ട് സംസാരിക്കാമെന്നും വിചാരിച്ചിരുന്ന പോർഷ്യ, റീച്ച്ഡ് ദർ, അവിടെ എത്തി. ഓൺ ദ ഡേ ഓഫ് ദ ട്രയൽ, വിചാരണയുടെ ദിവസം, വിത്ത് ഹർ ഫ്രണ്ട് നെറീസ, അവളുടെ സുഹൃത്ത് നെറീസയുമായി. ദേ ഡിസ്ഗൈസ്ഡ്, അവർ വേഷം മാറി. ദംസെൽവ്, സ്വയം. പോർഷ്യ അപ്പിയേർഡ്, പോർഷ്യ പ്രത്യക്ഷപ്പെട്ടു. ഇൻ എ ലോയേഴ്സ് ഗൗൺ,
ഒരു വക്കീലിൻ്റെ വസ്ത്രത്തിൽ. ആൻഡ് നെറീസ ഫോളോഡ് ഹെർ. നെറീസ അവളെ പിന്തുടർന്നു. ആസ് ഹെർ ക്ലർക്ക്, അവളുടെ ക്ലർക്കായിട്ട്. ദ കേസ് വാസ് ജസ്റ്റ് ഗോയിങ് ടു ബി ഹേർഡ്. ആ കേസ് കേൾക്കപ്പെടാൻ പോവുകയായിരുന്നു. ബിഫോർ ദ ഡ്യൂക്ക്, പ്രഭുവിൻ്റെ മുന്നിൽ. പോഷ്യ എൻറ്റേർഡ് ദ ഹൈക്കോർട്ട് ഓഫ് ജസ്റ്റിസ്. പോഷ്യ കോടതിയിലേക്ക് പ്രവേശിച്ചു. ആൻഡ് പ്രസൻറ്റഡ് എ ലെറ്റർ ഫ്രം ബെലാറിയോ, ഹു വാസ് എ ലോയർ ആൻഡ് റിലേറ്റീവ് ഓഫ് പോഷ്യ. പോഷ്യയുടെ ബന്ധുവും വക്കീലുമായിരുന്ന ബെലാറിയോയിൽ നിന്നുള്ള ഒരു കത്ത് അവൾ അവിടെ നൽകി. ഇൻ ദാറ്റ് ലെറ്റർ, ആ കത്തിൽ, ദ ലേൺ കൗൺസിലർ, പാണ്ഡിത്യമുള്ള വക്കീൽ, ഹാഡ് റിട്ടൺ, എഴുതിയിട്ടുണ്ടായിരുന്നു, ദാറ്റ്, അതായത് ദ ബിയറർ ഓഫ് ദ ലെറ്റർ, ഈ കത്ത് വഹിക്കുന്ന ആൾ, കൊണ്ടുവരുന്ന ആൾ, ബെൽത്തസർ. സോ ഹി കോൾ പോർഷ്യ, പോർഷ്യയെ അയാൾ അങ്ങനെയാണ് വിളിച്ചത്, ബെൽത്തസർ എന്ന്. കാരണം അവർ വേഷം മാറി വന്നതാണല്ലോ. കുഡ് ബി പെർമിറ്റഡ്, അനുവദിക്കണം, ടു പ്ലീഡ്, വാദിക്കാൻ, ഫോർ അന്റോണിയോ, അന്റോണിയോക്ക് വേണ്ടി, ഹസ് ഹി വാസ് സിക്ക്, കാരണം അയാൾ രോഗിയാണ്, ആൻഡ് അണേബിൾ ടു കം ബൈ ഹിംസെൽഫ്, സ്വയം അവിടേക്ക് വരാൻ സാധിക്കാത്തവനുമാണ്. അതായത് ബെലാരിയോ തനിക്ക് അവിടേക്ക് വരാൻ പറ്റില്ലെന്നും അതുകൊണ്ട് എനിക്ക് പകരം ഞാൻ വിട്ട ആളാണ് ഈ ബെൽത്തസർ എന്നും കത്തിൽ പറഞ്ഞു. ദ ഡ്യൂക്ക് ഗ്രാൻഡഡ് ദീസ്, പ്രഭു അതിന് സമ്മതം നൽകി. വണ്ടറിങ്, അത്ഭുതപ്പെട്ടുകൊണ്ട്, അറ്റ് ദ യൂത്ത്ഫുൾ അപ്പിയറൻസ് ഓഫ് ദ സ്ട്രേഞ്ചർ, ആ അപരിചിതൻ്റെ യുവത്വം നിറഞ്ഞ ഭാവത്തിൽ, ഹു വാസ് വെൽ ഡിസ്ഗൈസ്ഡ് ഇൻ ഹെർ കൗൺസിലേഴ്സ് റോബ്സ് ആൻഡ് ലാർജ് വിഗ്, ആ അപരിചിതൻ ശരിക്കും വക്കീലിൻ്റെ വസ്ത്രത്തിൽ വലിയ വെപ്പുമുടിയൊക്കെ വെച്ച് വേഷം മാറിയവളായിരുന്നു. ആൻഡ് നൗ ബിഗാൻ ദ ഇമ്പോർട്ടൻറ്റ് ട്രയൽ. പോഷ്യ ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് സോ ദ മെർസിലെസ് മണി ലെൻഡർ. ഷീ സോ ബസാനിയോ ടു, ബട്ട് ഹീ ന്യൂ ഹെർ നോട്ട് ഇൻ ഹെർ ഡിസ്ഗൈസ്. She read the bond and turned towards Shylock and told him that he had the right to his pound of flesh. Hearing it, Shylock felt happy. She then spoke eloquently of the noble quality of mercy. It would have softened the hearts of all except that of Shylock. She said that mercy dropped as the gentle rain from heaven upon the place beneath. Mercy was a double blessing. It blessed him that gave and him that received it. Great kings have always shown mercy. It was an attribute of God himself. She asked Shylock to remember that as we all prayed for mercy from God, we were bound to be merciful to our fellow beings. And now, ഇപ്പോൾ began തുടങ്ങി ദ ഇമ്പോർട്ടൻ്റ് ട്രയൽ, പ്രധാനപ്പെട്ട വിചാരണ. പോഷ്യ ലുക്ക്ഡ് അറൗണ്ട്, പോഷ്യ ചുറ്റും നോക്കി. ആൻഡ് സോ ദ മെർസിലെസ് മണി ലെൻഡർ, കരുണയില്ലാത്ത മണി ലെൻഡറെ കണ്ടു. ഷീ സോ ബസാനിയോ ടു, അവൾ ബസാനിയോനെയും കണ്ടു. ബട്ട് ഹീ ന്യൂ ഹെർ നോട്ട്, പക്ഷേ അയാൾക്ക് അവളെ മനസ്സിലായില്ല. ഇൻ ഹെർ ഡിസ്ഗൈസ്, അവളുടെ വേഷമാറ്റത്തിൽ. ഷീ റെഡ് ദ ബോണ്ട്, അവൾ കരാർ വായിച്ചു. ആൻഡ് ടേൺ ടുവാർഡ് ഷൈലോക്ക്, ഷൈലോക്കിന് നേരെ തിരിഞ്ഞു. ആൻഡ് ടോൾഡ് ഹിം, എന്നിട്ട് അവനോട് പറഞ്ഞു, ദാറ്റ് ഹീ ഹാഡ് ദ റൈറ്റ്, അവനിക്ക് അവകാശമുണ്ട് എന്ന്, ടു ഹീസ് പൗണ്ട് ഓഫ് ഫ്ലഷ്, അവൻ്റെ ഒരു പൗണ്ട് മാംസത്തിന്. ഹിയറിങ് ഇറ്റ്, അത് കേട്ടിട്ട് ഷൈലോക്ക് ഫെൽറ്റ് ഹാപ്പി, ഷൈലോക്കിന് സന്തോഷം തോന്നി. ഷീ ദെൻ സ്പോക്ക്, അവൾ എന്നിട്ട് സംസാരിച്ചു. എലക്വൻലി, വാക് സാമർത്ഥ്യത്തോടുകൂടി. ഓഫ് ദ നോബിൾ ക്വാളിറ്റി ഓഫ് മേഴ്സി, മഹനീയമായ കരുണയുടെ ഗുണത്തെക്കുറിച്ച്. ഇറ്റ് വുഡ് ഹാവ് സോഫൺ ദ ഹാർട്ട്സ് ഓഫ് ഓൾ, അത് എല്ലാവരുടെയും ഹൃദയങ്ങളെ ലോലമാക്കിയിട്ടുണ്ടാവും. എക്സെപ്റ്റ് ദാറ്റ് ഓഫ് ഷൈലോക്ക്, ഷൈലോക്കിൻ്റേതല്ലാത്ത എല്ലാവരുടെയും. ഷീ സെഡ്, അവൾ പറഞ്ഞു, ദാറ്റ് മേഴ്സി ഡ്രോപ്പ്ഡ് ആസ് ദ ജെൻറ്റിൽ റെയിൻ ഫ്രം ഹെവൻ, കാരുണ്യം ആകാശത്തു നിന്നും വളരെ ലോലമായ മഴയായിട്ട് വീഴുന്നു. അപ്പോൺ ദ പ്ലേസ് ബിനീത്ത്, താഴെയുള്ള സ്ഥലത്തിന്മേൽ, അതായത് ഭൂമിയുടെ മേൽ. മേഴ്സി വാസ് എ ഡബിൾ ബ്ലെസ്സിങ്, കാരുണ്യം ഒരു ഇരട്ട അനുഗ്രഹമാണ്. ഇറ്റ് ബ്ലെസ്ഡ് ഹിം ദാറ്റ് ഗാവ് ആൻഡ് ഹിം ദാറ്റ് റിസീവ്ഡ് ഇറ്റ്, ആ കാരുണ്യം നൽകിയവനെയും അത് സ്വീകരിച്ചവനെയും അത് അനുഗ്രഹിക്കുന്നു. ഗ്രേറ്റ് കിങ്സ് ഹാവ് ഓൾവേസ് ഷോൺ മേഴ്സി, വലിയ രാജാക്കന്മാർ എപ്പോഴും കാരുണ്യം കാണിച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് ആൻ ആട്രിബ്യൂട്ട് ഓഫ് ഗോഡ് ഹിംസെൽഫ്, അത് ദൈവത്തിൻ്റെ തന്നെ വിശേഷണമാണ്.
ഷീ ആസ്ക്ഡ് ഷൈലോക്ക്, അവൾ ഷൈലോക്കിനോട് പറഞ്ഞു, ടു റിമെമ്പർ ഓർക്കാൻ, ദാറ്റ് അതായത്, അസ് വി ഓൾ പ്രേഡ് ഫോർ മേഴ്സി ഫ്രം ഗോഡ്, നമ്മൾ ദൈവത്തിൽ നിന്നും കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, വി ആർ ബൗണ്ട് നമ്മൾ ബാധ്യസ്ഥരാണ്, ടു ബി മേഴ്സിഫുൾ കരുണയുള്ളവരാവാൻ, ടു അവർ ഫെലോ ബീയിങ്സ് നമ്മുടെ സഹജീവികളോട്. ബട്ട് ഷൈലോക്ക് ഇൻസിസ്റ്റഡ് ഓൺ ഗെറ്റിംഗ് ദ പെനൽറ്റി സ്റ്റേറ്റഡ് ഇൻ ദ ബോണ്ട്. ഈസ് ഹി നോട്ട് ഏബിൾ ടു പേ ദ മണി ആസ്ക്ഡ് ദ യങ് ലോയർ ബൽത്തസർ. Bassanio then offered him the 3,000 ducats as many times over as he should desire. Yet Shylock refused it. He still insisted upon having a pound of Antonio's flesh. The young counselor now wanted Shylock to let her have a look at the bond once again. When she had read it, she said, "This bond is forfeited, and by this the moneylender lawfully claims a pound of flesh to be cut off by him nearest Antonio's heart." Then he said to Shylock, "Be merciful, take the money, and bid me tear the bond." But no mercy would the cruel Shylock show. He said, "By my soul I swear, no man can persuade me to change my mind." Now Antonio said, "Balthasar, you must prepare your bosom for the knife." ബട്ട് പക്ഷേ ഷൈലോക്ക് ഇൻസിസ്റ്റഡ് ഓൺ ഗെറ്റിംഗ് ദ പെനൽറ്റി സ്റ്റേറ്റഡ് ഇൻ ദ ബോണ്ട്. കരാറിൽ പറഞ്ഞ പിഴ ലഭിക്കണമെന്ന് ഷൈലോക്ക് വാശി പിടിച്ചു. ഈസ് ഹി നോട്ട് ഏബിൾ, അയാൾ കഴിവില്ലാത്തവനാണോ, സാധിക്കാത്തവനാണോ, ടു പേ ദ മണി, പൈസ നൽകാൻ. ആസ്ക്ഡ് ദ യങ് ലോയർ ബൽത്തസർ, യുവാവായ വക്കീൽ ബൽത്തസർ ചോദിച്ചു. ബസാനിയോ ദെൻ ഓഫേർഡ് ഹിം, ബസാനിയോ അപ്പോൾ അവനിക്ക് ഓഫർ ചെയ്തു, the 3,000 ducats as many times over as he should desire. അയാൾ ആഗ്രഹിക്കുന്ന അത്ര മടങ്ങ് 3,000 ഡ്യൂക്കറ്റ്സ് നൽകാമെന്ന്. എങ്കിലും ഷൈലോക്ക് റെഫ്യൂസ്ഡ് ഇറ്റ്, ഷൈലോക്ക് അത് നിരസിച്ചു. ഹീ സ്റ്റിൽ ഇൻസിസ്റ്റഡ് അപ്പോൺ ഹാവിങ് എ പൗണ്ട് ഓഫ് അന്റോണിയോസ് ഫ്ലഷ്. അദ്ദേഹം അപ്പോഴും അന്റോണിയോയുടെ ഒരു പൗണ്ട് മാംസം വേണമെന്ന് വാശി പിടിച്ചു. ദ യങ് കൗൺസിലർ നൗ വാണ്ടഡ് ഷൈലോക്ക്, ഇപ്പോൾ യുവാവായ വക്കീല് ഷൈലോക്കിനോട് ആവശ്യപ്പെട്ടു, ടു ലെറ്റ് ഹെർ, അവളെ അനുവദിക്കാൻ, ഹാവ് എ ലുക്ക് അറ്റ് ദ ബോണ്ട് വൺസ് അഗെയിൻ, ആ കരാറിലേക്ക് ഒരിക്കൽ കൂടി നോക്കാൻ. വെൻ ഷീ ഹാഡ് റെഡ് ഇറ്റ്, അവളത് വായിച്ചപ്പോൾ, ഷീ സെഡ്, അവൾ പറഞ്ഞു, ദീസ് ബോണ്ട് ഈസ് ഫോർഫീറ്റഡ്, ഈ കരാറ് കണ്ടുകെട്ടപ്പെട്ടിരിക്കുന്നു. ആൻഡ് ബൈ ദീസ്, അതിനാൽ, ദ മണി ലെൻഡർ ലോഫുള്ളി ക്ലൈംസ്, മണി ലെൻഡർക്ക് നിയമപരമായി അവകാശപ്പെട്ടിരിക്കുന്നു, എ പൗണ്ട് ഓഫ് ഫ്ലഷ്, ഒരു പൗണ്ട് മാംസം, ടു ബി കട്ട് ഓഫ് ബൈ ഹിം നിയറസ്റ്റ് അന്റോണിയോസ് ഹാർട്ട്, അന്റോണിയോയുടെ ഹൃദയത്തിനടുത്തു നിന്നും അയാൾക്ക് മുറിക്കാൻ. ദെൻ ഹീ സെഡ് ടു ഷൈലോക്ക്, എന്നിട്ട് അയാൾ ഷൈലോക്കിനോട് പറഞ്ഞു, ബി മേഴ്സിഫുൾ, കരുണയുള്ളവനാവുക, ടേക്ക് ദ മണി, പൈസ സ്വീകരിക്കുക, ആൻഡ് ബിഡ് മീ, എന്നോട് ആവശ്യപ്പെടുക, ടിയർ ദ ബോണ്ട്, ഈ കരാറ് കീറാൻ. ബട്ട് നോ മേഴ്സി വുഡ് ദ ക്രൂവൽ ഷൈലോക്ക് ഷോ, പക്ഷേ ക്രൂരനായ ഷൈലോക്ക് ഒരു കരുണയും കാണിച്ചില്ല. ഹീ സെഡ്, അവൻ പറഞ്ഞു, ബൈ മൈ സോൾ ഐ സ്വയർ, എൻ്റെ ആത്മാവ് കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു, നോ മാൻ ക്യാൻ പെർസ്യൂഡ് മീ, ഒരാൾക്കും എന്നെ പ്രേരിപ്പിക്കാൻ സാധിക്കില്ല, ടു ചേഞ്ച് മൈ മൈൻഡ്, എൻ്റെ മനസ്സ് മാറ്റാൻ. നൗ അന്റോണിയോ സെഡ് ബൽത്തസർ, യു മസ്റ്റ് പ്രിപ്പയർ യുവർ ബോസം ഫോർ ദ നൈഫ്. ബൽത്തസർ പറഞ്ഞു, അന്റോണിയോ, താങ്കൾ ഇപ്പോൾ താങ്കളുടെ നെഞ്ച് കത്തിക്ക് വേണ്ടി തയ്യാറാക്കണം. വൈൽ ഷൈലോക്ക് വാസ് ഷാർപ്പനിങ് ദ ലോങ് നൈഫ് ആൻഡ് ഫീലിംഗ് ഇറ്റ്സ് ഷാർപ്പ് എഡ്ജ്, ബൽത്തസർ ആസ്ക്ഡ് Antonio, have you got anything to say? Antonio calmly said, I have but little to say. I have prepared my mind to die. Then he turned to Bassanio and said, give me your hand, Bassanio, fare you well. Grieve not that I have fallen into this misfortune for your sake. Tell my regards to your honorable wife and how I had loved you. In the deepest agony, Bassanio replied, Antonio, I am married to a wife who is as dear to me as life itself, but life itself, my wife,
and all the world are not considered by me above your life. I am willing to lose all. I would sacrifice everything to this devil here to save you. Shylock now cried out impatiently, "We are wasting time. I pray, pronounce the sentence." Every heart was full of grief for Antonio. While Shylock was sharpening the long knife, ഷൈലോക്ക് നീണ്ട കത്തി മൂർച്ച കൂട്ടുന്നതിനിടയിൽ ആൻഡ് ഫീലിംഗ് ഇറ്റ്സ് ഷാർപ്പ് എഡ്ജ്, അതിൻ്റെ മൂർച്ചയുള്ള വക്ക് തൊട്ടുനോക്കുന്നതിനുമിടയിൽ, ബെൽത്തസർ ആസ്ക്ഡ് അന്റോണിയോ, ബെൽത്തസർ അന്റോണിയോനോട് ചോദിച്ചു, "ഹാവ് യു ഗോട്ട് എനിത്തിങ് ടു സേ?" താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അന്റോണിയോ കാംലി സെഡ്, അന്റോണിയോ ശാന്തമായി പറഞ്ഞു, "ഐ ഹാവ് ബട്ട് ലിറ്റിൽ ടു സേ." എനിക്കൊന്നും പറയാനില്ല. "ഐ ഹാവ് പ്രിപ്പയർഡ് മൈ മൈൻഡ് ടു ഡൈ." ഞാൻ എൻ്റെ മനസ്സ് മരിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ദെൻ ഹീ ടേൺ ടു ബസാനിയോ ആൻഡ് സെഡ്, എന്നിട്ട് അദ്ദേഹം ബസാനിയോക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, "ഗീവ് മീ യുവർ ഹാൻഡ്." എനിക്ക് നിങ്ങളുടെ കൈ തരൂ ബസാനിയോ. "ഫെയർ യു വെൽ." നിങ്ങളോട് യാത്ര പറയുന്നു. "ഗ്രീവ് നോട്ട് ദാറ്റ് ഐ ഹാവ് ഫോളൻ ഇൻ ടു ദീസ് മിസ്ഫോർച്യൂൺ ഫോർ യുവർ സേക്ക്." നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ദൗർഭാഗ്യത്തിൽ വീണുപോയതെന്ന് ഓർത്ത് ദുഃഖിക്കരുത്. "ടെൽ മൈ റിഗാർഡ്സ്." എൻ്റെ അന്വേഷണം പറയുക. "ടു യുവർ ഹോണറബിൾ വൈഫ്." നിൻ്റെ ബഹുമാന്യയായ ഭാര്യയോട്. "ആൻഡ് ഹൗ ഐ ഹാഡ് ലവ്ഡ് യു." ഞാൻ എത്രമാത്രം നിന്നെ സ്നേഹിച്ചിരുന്നു എന്നും. "ഇൻ ദ ഡീപ്പസ്റ്റ് അഗണി," ബസാനിയോ റിപ്ലൈഡ്. അഗാധമായ ദുഃഖത്താൽ ബസാനിയോ മറുപടി പറഞ്ഞു. "ആന്റോണിയോ, ഐ ആം മാരീഡ് ടു എ വൈഫ്." ഞാനൊരു ഭാര്യയെ വിവാഹം കഴിച്ചിട്ടുണ്ട്. "ഹു ഈസ് ആസ് ഡിയർ ടു മീ ആസ് ലൈഫ് ഇറ്റ് സെൽഫ്." എൻ്റെ ജീവനെപ്പോലെ എനിക്ക് വളരെ പ്രിയപ്പെട്ടവളാണവൾ. "ബട്ട് ലൈഫ് ഇറ്റ് സെൽഫ്, മൈ വൈഫ് ആൻഡ് ഓൾ ദ വേൾഡ്." എന്നാൽ എൻ്റെ ജീവൻ, എൻ്റെ ഭാര്യ, ലോകത്തിലുള്ള എല്ലാം ആർ നോട്ട് കൺസിഡേർഡ് ബൈ മീ എബോവ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവനേക്കാൾ ഞാൻ പരിഗണന നൽകുന്നില്ല. "ഐ ആം വില്ലിംഗ് ടു ലൂസ് ഓൾ." ഞാൻ എല്ലാം നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നു. "ഐ വുഡ് സാക്രിഫൈസ്." ഞാൻ ത്യജിക്കും. "എവരിതിങ്," എല്ലാം. "ടു ദീസ് ഡെവിൾ ഹിയർ." ഇവിടെയുള്ള ഈ പിശാചിന്. "ടു സേവ് യു." താങ്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി. ഷൈലോക്ക് നൗ ക്രൈഡ് ഔട്ട് ഇംപേഷ്യൻ്റ്ലി. അക്ഷമനായിക്കൊണ്ട് ഷൈലോക്ക് ഉറക്കെ പറഞ്ഞു, "വി ആർ വേസ്റ്റിംഗ് ടൈം." നമ്മൾ സമയം വേസ്റ്റാക്കുകയാണ്. "ഐ പ്രേ." ഞാൻ അഭ്യർത്ഥിക്കുന്നു. "പ്രൊനൗൺസ് ദ സെൻറ്റൻസ്." കോടതി വിധി പ്രഖ്യാപിക്കാൻ. "എവരി ഹാർട്ട് വാസ് ഫുൾ ഓഫ് ഗ്രീഫ് ഫോർ അന്റോണിയോ." എല്ലാ ഹൃദയങ്ങളും അന്റോണിയോനോടുള്ള ദുഃഖത്താൽ നിറഞ്ഞതായിരുന്നു. ആസ് ദ ജഡ്ജ്മെൻറ്റ് വാസ് ഗോയിങ് ടു ബി അനൗൺസ്ഡ്, ദ യങ് ലോയർ ആസ്ക്ഡ് ഷൈലോക്ക് ഇഫ് ദർ were balances to weigh the flesh. Shylock said that he had them ready. The lawyer also asked him if he had called a doctor, lest Antonio bleeds to death. Shylock said no, and added that it was not written in the bond. As the judgment was going to be announced, വിധി പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ, ദ യങ് ലോയർ ആസ്ക്ഡ് ഷൈലോക്ക്, യുവാവായ വക്കീൽ ഷൈലോക്കിനോട് ചോദിച്ചു, "ഇഫ് ദർ വേർ ബാലൻസസ് ടു വെയ് ദ ഫ്ലഷ്." മാംസം തൂക്കാനുള്ള തുലാസുകളുണ്ടോ എന്ന്. ഷൈലോക്ക് സെഡ് ദാറ്റ്. ഷൈലോക്ക് പറഞ്ഞു, "ഹി ഹാഡ് ദം റെഡി." അയാൾ അത് റെഡിയാക്കിയിട്ടുണ്ട് എന്ന്. ദ ലോയർ ഓൾസോ ആസ്ക്ഡ് ഹിം. വക്കീൽ അയാളോട് ഒരു കാര്യം കൂടി ചോദിച്ചു, "ഇഫ് ഹി ഹാഡ് കോൾഡ് എ ഡോക്ടർ." അയാൾ ഒരു ഡോക്ടറെ വിളിച്ചിട്ടുണ്ടോ എന്ന്. ലെസ്റ്റ് ആന്റോണിയോ ബ്ലീഡ്സ് ടു ഡെത്ത്. ആന്റോണിയോ രക്തം വാർന്ന് മരിക്കാതിരിക്കാൻ വേണ്ടി. ഷൈലോക്ക് സെഡ് നോ. ഷൈലോക്ക് പറഞ്ഞു, "ഇല്ല." ആൻഡ് ആഡഡ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് റിട്ടൺ ഇൻ ദ ബോണ്ട്. അത് കരാറിൽ എഴുതപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ബെൽത്തസർ റിപ്ലൈഡ്, "ഇറ്റ് ഈസ് നോട്ട് സോ നെയ്മഡ് ഇൻ ദ ബോണ്ട്, ബട്ട് വാട്ട് ഓഫ് ദാറ്റ്? ഇറ്റ് വാസ് ഗുഡ് ഇഫ് യു ഡിഡ് സോ മച്ച് ഫോർ ദ സേക്ക് ഓഫ് ചാരിറ്റി." To this Shylock answered, "I cannot find it. It is not in the bond." Then said Balthasar, "A pound of Antonio's flesh is yours. The law allows it, and the court awards it. And you may cut this flesh from off his chest, but this bond here gives you no drop of blood." The words clearly are a pound of flesh. If in cutting off the pound of flesh you shed one drop of Antonio's blood, your lands and goods are by the law to be confiscated to the state of Venice.
Hearing this, Shylock was totally confused. It was utterly impossible for Shylock to cut off the pound of flesh without shedding some of Antonio's blood. This wise discovery of Balthazar saved the life of Antonio. Balthazar replied. Balthazar മറുപടി പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് സോ നെയ്മഡ് ഇൻ ദ ബോണ്ട്. അത് കരാറിൽ പറഞ്ഞിട്ടില്ല. ബട്ട് വാട്ട് ഓഫ് ദാറ്റ്? പക്ഷെ അതുകൊണ്ടെന്താ? ഇറ്റ് വാസ് ഗുഡ് ഇഫ് യു ഡിഡ് സോ മച്ച് ഫോർ ദ സേക്ക് ഓഫ് ചാരിറ്റി. പരോപകാരത്തിന് വേണ്ടി നിങ്ങളത് ചെയ്താൽ വളരെ നല്ലതാണ്. ടു ദീസ് ഷൈലോക്ക് ആൻസേർഡ്. ഇതിന് ഷൈലോക്ക് മറുപടി പറഞ്ഞു, ഐ കനോട്ട് ഫൈൻഡ് ഇറ്റ്. ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ ബോണ്ട്. അത് കരാറിലില്ല, എനിക്കത് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ദെൻ അന്നേരം സഡ് ബെൽത്തസർ. ബെൽത്തസർ പറഞ്ഞു, എ പൗണ്ട് ഓഫ് അന്റോണിയോസ് ഫ്ലഷ് ഈസ് യുവേഴ്സ്. അന്റോണിയോയുടെ ഒരു പൗണ്ട് മാംസം നിങ്ങളുടേതാണ്. ദ ലോ അലോസ് ഇറ്റ്. നിയമം അത് അനുവദിക്കുന്നു. ആൻഡ് ദ കോർട്ട് അവാർഡ്സ് ഇറ്റ്. കോടതി അത് നൽകുന്നു. ആൻഡ് യു മേ കട്ട് ദീസ് ഫ്ലഷ്. നിങ്ങൾക്ക് ഈ മാംസം മുറിക്കാം ഫ്രം ഓഫ് ഹീസ് ചെസ്റ്റ്. അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ നിന്നും. ബട്ട് ദീസ് ബോണ്ട് ഹിയർ ഗീവ്സ് യു നോ ഡ്രോപ്പ് ഓഫ് ബ്ലഡ്. എന്നാൽ ഈ കരാർ നിങ്ങൾക്ക് ഒരു തുള്ളി പോലും രക്തം നൽകുന്നില്ല. ദ വേർഡ്സ് ക്ലിയർലി ആർ. വാക്കുകൾ വ്യക്തമായും ആകുന്നു. എന്താകുന്നു? എ പൗണ്ട് ഓഫ് ഫ്ലഷ്. ഒരു പൗണ്ട് മാംസം എന്നാകുന്നു. ഈഫ് ഇൻ കട്ടിംഗ് ഓഫ് ദ പൗണ്ട് ഓഫ് ഫ്ലഷ് യു ഷെഡ് 1 ഡ്രോപ്പ് ഓഫ് ആന്റോണിയോസ് ബ്ലഡ്. ഒരു പൗണ്ട് മാംസം നിങ്ങൾ കട്ട് ചെയ്യുമ്പം ആന്റോണിയോയുടെ ഒരു തുള്ളി രക്തം ചിന്തിയാൽ, യുവർ ലാൻഡ്സ് ആൻഡ് ഗുഡ്സ് ആർ ബൈ ദ ലോ ടു ബി കൺഫിസ്കേറ്റഡ് ടു ദ സ്റ്റേറ്റ് ഓഫ് വെനീസ്. നിങ്ങളുടെ സമ്പത്തും ചരക്കുകളും നിയമപരമായി വെനീസ് രാജ്യത്തിന് കണ്ടുകെട്ടപ്പെടേണ്ടതാണ്, ജപ്തി ചെയ്യപ്പെടേണ്ടതാണ്. ഹിയറിംഗ് ദീസ്. ഇത് കേട്ട് ഷൈലോക്ക് വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ്. ഷൈലോക്ക് പൂർണ്ണമായും ആശയക്കുഴപ്പത്തിലായി. ഇറ്റ് വാസ് അട്ടേർലി ഇമ്പോസിബിൾ ഫോർ ഷൈലോക്ക് ടു കട്ട് ഓഫ് ദ പൗണ്ട് ഓഫ് ഫ്ലഷ് വിത്തൗട്ട് ഷെഡിങ് സം ഓഫ് ആന്റോണിയോസ് ബ്ലഡ്. അന്റോണിയോയുടെ രക്തം ചിന്താതെ ഒരു പൗണ്ട് മാംസം കട്ട് ചെയ്യൽ പൂർണ്ണമായും അസാധ്യമായിരുന്നു. ദീസ് വൈസ് ഡിസ്കവറി ഓഫ് ബെൽത്തസർ. ബെൽത്തസറിൻ്റെ ഈ ബുദ്ധിപൂർവമായ കണ്ടെത്തൽ സേവ്ഡ് രക്ഷപ്പെടുത്തി ദ ലൈഫ് ഓഫ് ആന്റോണിയോ. ആന്റോണിയോയുടെ ജീവിതത്തെ.